നടുവിന് നല്ല പെയിനാണ്. പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൊളീഗിൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ IREC ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത്. നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും IT പ്രൊഫഷണൽസ്, പിന്നെ വീട്ടമ്മമാർ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത്. SDPY സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ 32ാമത് വാർഷികാഘോഷം നടന്നു. SDPY സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ 32ാമത് വാർഷികാഘോഷം ദർപ്പൺ 2025 പ്രശസ്ത സിനിമാ താരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിലാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ആ വസ്തുവിൽ നിന്ന് ലഭിക്കാത്തൊരു വിവരമില്ല. അതിൽ നിന്നാണ് ഇവർക്ക് എൻ്റെ ജാതകമൊക്കെ കിട്ടിയത്. ഞാൻ ഓട്ടംതുള്ളൽ പെർഫോമർ, ഫിലിം ആക്ടർ, കാരിക്കേച്ചറിസ്റ്റ്, സാംസ്കാരിക പ്രവർത്തകൻ എന്നൊക്കെ അതിൽ നിന്നാണ് കിട്ടുന്നത്. ഊതിയാൽ മതി, ഫോണെടുത്ത് ഊതിയാൽ മതി, ഏത് വിവരവും കിട്ടും. ഇനിയിപ്പോൾ AI കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർട്ടിസ്റ്റുകളുടെ ലക്ഷ്മി കീർത്തനയുടെയും ജയരാജ് വാര്യരുടെയും. ഡിസംബർ 12-ാം തീയതി വെള്ളിയാഴ്ച സ്കൂൾ മൈതാനിയിൽ നടന്ന ആഘോഷങ്ങളിൽ സ്കൂൾ മാനേജർ MM തമ്പി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ സജിത ദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിനിയും സീരിയൽ താരവുമായ ലക്ഷ്മി കീർത്തന ആശംസ പ്രസംഗവും മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും സ്കൂൾ കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനവും നിർവഹിച്ചു. PhD നേടിയ പൂർവ്വ വിദ്യാർത്ഥി ബബിതയെ ആദരിച്ചു. HDPY B.Ed കോളേജ് പ്രിൻസിപ്പൽ MK ജയശ്രീ, HDPY ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KC രംഗനാഥൻ എന്നിവർ ആശംസ പ്രസംഗം നടത്തി. വൈസ് പ്രിൻസിപ്പൽ സിന്ധു നായർ സ്വാഗതവും ശ്രീജ M മേനോൻ കൃതജ്ഞതയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ ആഘോഷങ്ങളെ ഹൃദ്യമാക്കി. എനിക്ക് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ, നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മളുടെ അച്ഛനമ്മമാര്, അതുപോലെ തന്നെ നമ്മളുടെ ഗുരുക്കന്മാര്. നേരത്തെ ജയരാജ് സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരും നല്ല കുട്ടികളായിട്ട് വളരാ, അച്ഛനമ്മ അതുപോലെ തന്നെ നമ്മളുടെ ഗുരുക്കന്മാരെ റെസ്പെക്ട് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മളുടെ ഭാവി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.